ഇന്ത്യയും അമേരിക്കയും പുതിയ ട്രേഡിൽ ചെയ്യുന്നു. ഈ ട്രേഡിൽ $500 ബില്യൺ ഡീലാണ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തോന്നിയേക്കാം, $500 ബില്യൺ. അപ്പോൾ ഇത് ഇന്ത്യക്ക് ലോട്ടറി തന്നെ. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഇതിൽ ഇന്ത്യക്ക് വലിയ ട്രാപ്പ് ഉണ്ട്. ആ ട്രാപ്പാണ് ശശി തരൂർ ലോക്സഭയിൽ വച്ച് കാച്ചിരിക്കുന്നത്. അതെന്താണ് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. സാധാരണയായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുമ്പം നമ്മൾ എത്രയാണ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നത് ആ തന്നെയായിരിക്കും അപ്പുറത്തുള്ളവർ ഇമ്പോസ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളൊരു 10% ടാരിഫ് ഇമ്പോസ് ചെയ്താൽ അവർ 10% ടാരിഫ് ഇമ്പോസ് ചെയ്യും. നമ്മൾ 0% ആക്കിയാൽ അവർ 0 ആക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നമ്മൾ ടാരിഫ് അവരുടെ ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുന്നത് 0%. അതേസമയം നമ്മുടെ ഗുഡ്സ് അപ്പുറത്ത് വിൽക്കാനോ അവർ 18% ടാരിഫാണ് ഇമ്പോസ് ചെയ്തത്. ഇത് എവിടുത്തെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്? ഇവിടെ രണ്ടാമത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മളും USA കറന്റ് $130 ബില്യൺ ഡീലാണ് ചെയ്യുന്നത്. ഇതിൽ അവർ $45 ബില്യൺ സാധനം നമ്മുടെ ഇന്ന് എക്സ്ട്രാ ആയിട്ടാണ് മേടിക്കുന്നത്. അതായത് നമ്മൾ അവരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കൂടുതൽ സാധനം വിറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും $1 ഇവിടുത്തെ 90 രൂപ അടുപ്പിച്ച്. ഇവിടെ കറന്റ് ഇപ്പം USA ക്ലെയിം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് 5 വർഷം കൊണ്ട് $500 ബില്യൺ സാധനങ്ങൾ മേടിക്കുമെന്ന്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ വിറ്റുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ മേടിക്കുമെന്ന്. അപ്പം അത് കാരണം എന്ത് പറ്റും, റുപ്പീസിൻ്റെ വാല്യൂ വീണ്ടും കുറയും. അത് ഇവിടുത്തെ കൺസ്യൂമേഴ്സ് നല്ല വൃത്തിക്ക് തന്നെ ബാധിക്കും. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം. ഇവിടെ മൂന്നാമത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, USA പറയുന്നു നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ USA മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തെന്ന്. അഗ്രികൾച്ചർ എന്ന് പറയണതാണ് നമ്മുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ. അതിൽ നമ്മളിപ്പോൾ ഈ ഡീല് ചോദിച്ച് വന്നിട്ട് പോലും നമ്മൾ അഗ്രികൾച്ചറിന് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ USA സമ്മതിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫാർമേഴ്സിന് ഭയങ്കരമായിട്ട് തന്നെ പ്രശ്നമാവും. നമ്മുടെ ഇവിടെ ലിവ്ലിഹുഡ് എല്ലാത്തിനും നല്ല വൃത്തിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നാലാമത്തെ പ്രശ്നമാണ് ഡേറ്റ പ്രൈവസി. ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ഡേറ്റ പ്രൈവസി ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഡേറ്റ ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ വേറൊരു കൺട്രി സ്റ്റോർ ചെയ്താൽ പ്രശ്നമെന്ന് വെച്ചാൽ അവർ നാളെ ലോ മാറ്റുന്നെങ്കിൽ നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റിയാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഡേറ്റ ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് ഏത് കമ്പനി വന്നാലും നമ്മൾ അങ്ങ് ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ നമ്മളിവിടെ ലിബറൈസ് ചെയ്തു എന്നോ അവിടെ ഒരു കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അഞ്ചാമത്തെ പ്രശ്നമാണ് ഓയിൽ. നമ്മൾ ഓയിൽ മെയിൻലി മേടിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. റഷ്യയിൽ നിന്നും മെജോറിറ്റി കൺട്രീസ് ഓയിൽ മേടിക്കുന്നില്ല. കാരണം റഷ്യയിൽ നിന്ന് കയ്യിൽ നിന്ന് ഓയിൽ മേടിച്ചെങ്കിൽ സെക്കൻഡറി ടാരിഫ് EUയുടെ സൈഡിൽ നിന്ന് വരുമെന്നവർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വളരെ ചീപ്പ് പ്രൈസിലാണ് ഓയിൽ മേടിക്കുക. പക്ഷേ നമ്മളിവിടെ $500 ബില്യൺ US ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് റഷ്യയുടെ നിന്ന് ഓയിൽ മേടിക്കുന്നത് റെഡ്യൂസ് ചെയ്യുമോ എന്നൊരു കൺസേൺ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയ ജയശങ്കറിനോട് അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ആയ പീയൂഷ് ഗോയലോട് ചോദിച്ചാലും രണ്ടുപേരും ഉത്തരം പറയാണ്ട് വഴുകയാണ്. ഇത് അവരുടെ അക്കൗണ്ടബിലിറ്റി വളരെയധികം കുറച്ച് കാണിക്കുന്നു. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ആയ ജയശങ്കർ വളരെ ബോൾഡ് പേഴ്സൺ ആണ്. നമ്മുടെ ഈ യൂറോപ്യൻ കൗൺസിലിൽ പോയിട്ട് തന്നെ നമ്മുടെ ജയശങ്കറിനോട് ഇന്ത്യ റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കണ കുറയ്ക്കണം, ഇനി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് 140 ബില്യനായ ഇന്ത്യൻസിനാണ് പ്രധാനം. നമ്മൾ നമ്മുടെ കാര്യം നോക്കും, നിങ്ങൾ കൂടുതൽ ഒന്നും പറയാൻ വരണ്ട എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ജയശങ്കറിന് ഒന്നും പറയുന്നില്ല. അതൊരു കൺസേൺ ആയിട്ട് തന്നെ കാണപ്പെടുന്നു. റീസെൻ്റ്ലി നമ്മുടെ ഡിഫൻസ് അഡ്വൈസറായ അജിത് ഡോവാൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. USA നീ നമ്മളെ ബുള്ളി ചെയ്യാൻ ശ്രമിക്കണ്ട, അത് നടക്കൂല. നിനക്ക് ഇന്ത്യയുടെ ടേംസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. പറ്റൂലേ, നീ ടേം കഴിയുന്നവരെ ഇന്ത്യ വെയിറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത്രയും സ്ട്രോങ് കാര്യം ഈ EUയിലെ ലീഡേഴ്സ് പോലും പറയത്തില്ല. അതായത് ഗ്രീൻലാൻഡിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ഇത്ര സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഈ ലീഡേഴ്സ് പറയത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ലീഡേഴ്സ് ഇവിടെ ഉണ്ടായിട്ടും പക്ഷെ ഇപ്പം എന്താണ് പറ്റിയെന്നാണ് ആർക്കൊന്നും മനസ്സിലാവാത്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ട്രംപ് ഇപ്പം പ്രസിഡന്റ് ആയത് തൊട്ട് തന്നെ ഇപ്പം ഭയങ്കര ബുള്ളിയാണ്. എല്ലാവരെയും കയറി ബുള്ളി ചെയ്യാണ് ടാരിഫ് എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ മേജർ എക്കോണമികളിൽ മേജർ കൺട്രീസ് ആരും ഈ ബുള്ളിക്ക് മൈൻഡ് ചെയ്യുന്നില്ല. ഈ ചൈന ആവട്ടെ ജപ്പാൻ ആവട്ടെ അവർക്ക് ലെവറേജ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബുള്ളിനെ ഒരു രീതിക്ക് പിടിച്ചു നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ലെവറേജ് ഉണ്ട്. ഇന്ത്യക്കാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ 140 കോടി ആൾക്കാരുണ്ട്.
പോരാത്തതിന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളത്. ഇത്രയും വലിയ എക്കോണമിയിൽ ട്രേഡ് ചെയ്യാൻ എല്ലാ കൺട്രീസും ആഗ്രഹിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ട്രേഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലെവറേജ് വെച്ചിട്ട് കൂടുതലും മെച്ചപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. ഈ ചൈന പോലും ഈ USA ബുള്ളി കണ്ടിട്ട് സറണ്ടർ ആയില്ല. ഇപ്പൊ ഇത്രയും പെട്ടെന്ന് എന്തിനാണ് ഈ ഇന്ത്യ കയറി അവരുടെ ഈ കമ്മിറ്റ്മെന്റ് നമ്മൾ ഓക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഈ ഗവൺമെന്റ് മിക്കവാറും പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡീൽ ഫൈനലൈസ് ആയിട്ടില്ല, ഇതാവുമ്പോൾ ഒരു മാർച്ച് മിഡൊക്കെയാവും, അതിൻ്റെ നമ്മൾ എല്ലാ പ്രശ്നവും ശരിയാക്കും എന്നാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് മറ്റേ USA ഡീൽ ചെയ്യാൻ പാടില്ല എന്നല്ല. US ഏറ്റവും വലിയ എക്കോണമിയാണ്, ഏറ്റവും പവർഫുൾ കൺട്രിയാണ്, എല്ലാം നമ്മൾ സമ്മതിച്ചു, നമ്മൾ അവരുടെ ഡീലൊക്കെ വെക്കണം. പക്ഷേ ഇത് ഈക്വലി ബെനിഫിറ്റ് ആവുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത് ഇവിടുത്തെ ഫാർമേഴ്സ് എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും? ഇങ്ങനത്തെ നമ്മൾ ഡീല് കാരണം നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ കമ്പനീസ് നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? ഈ നമ്മുടെ വികസിത് ഭാരത് നമ്മൾ 2047 വിഷനാണ് ഇന്ത്യ ഡെവലപ്ഡ് കൺട്രിയാക്കി കാണുന്നത്. ആ ഡെവലപ്ഡ് കൺട്രിയായിട്ട് കാണും എന്ന് പറഞ്ഞ ആ വിഷനോട് ഈ ഡീൽ എങ്ങനെ യോജിക്കുന്നു? ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കൺസേൺസ്. ഈ കൺസേൺസിനൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ഉത്തരം തരേണ്ടത്. ഇതിനൊരു ഫൈനൽ അഗ്രിമെന്റ് വരുമ്പം ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. ഇതുപോലെ ഗ്ലോബൽ ന്യൂസിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.